ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോ. അപ്പൊ നമ്മൾ വീണ്ടും അടുക്കളയിൽ കയറിയിരിക്കുകയാണ്. അതെ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. പ്രത്യേകിച്ച് എന്താ കുക്ക് ചെയ്യാൻ പോണേ? ഇറ്റാലിയൻ ലസാനിയ. ഓക്കെ, ചിക്കൻ ലസാനിയ. അതെ, നമ്മൾ ചിക്കൻ ലസാനിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഓൾറെഡി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുക്ക് ചെയ്യുന്നത് ചക്രുവാണ്. ഞാൻ മീഡിയേറ്റർ. അപ്പോ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ വേണ്ടതെന്ന് പറ. ഇതിന് ബേസിക്കലി ഉള്ളി, ചിക്കൻ, ചിക്കനാണ് മെയിൻ, സവാള, പിന്നെ ക്യാപ്സിക്കം, പിന്നെ വെളുത്തുള്ളി. ഇത് മൂന്നും കൂടെ ഇതെല്ലാം കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയും കുനുകുന ആക്കണ്ട, ഞാനൊരു ഫ്ലോയിലാണ്. ചക്ര അരിയുമ്പോ ഇച്ചിരി വൃത്തിയുടെ കരി ഞാനൊക്കെയാണ് വെട്ടി നോക്കും. പിന്നെ നമ്മള് തക്കാളി വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളൊരു തക്കാളി കുക്കറിലിട്ട് ഒരു വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ മിക്സ് ചെയ്തെടുക്കണം, ലൈക് മിക്സിയിൽ ഇട്ടിട്ട് ചെറിയ ചെറിയ ഇതാക്കി എടുക്കണം. ഓക്കെ, നമുക്കത് ചെയ്യാം. അതാദ്യം ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ചിക്കൻ മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കണം. നമ്മൾ കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ആക്ച്വലി ഇതിന്റെ എക്സ്പേർട്ട് എന്റെ അനിയത്തിയാണ്, ലാമിയ ബിജ്രാജ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നപ്പോൾ അവൾ ഉണ്ടാക്കി തന്നായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഷീറ്റും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി വാങ്ങിയത് ബാക്കി ഇരിപ്പുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നത്. സത്യത്തിൽ അതിലെന്താ കിട്ടും ചക്രു? ഇതിന് പ്രത്യേകിച്ച് വളർന്നിട്ടില്ല, ചിക്കൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിൽ ഉപ്പും കാശ്മീരി ചില്ലിയും കൂടെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കും. ആക്ച്വലി ഓപ്ഷണൽ ആണത്. മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്തായിരുന്നാലും മസാലകളൊക്കെ സോർട്ട് ചെയ്യുമ്പോൾ ഇടുന്നുണ്ട്. അപ്പം ഇടണമെന്നില്ല, ചിക്കനിൽ കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടിയാലോ എന്നോർത്ത് ഇപ്പോഴും ഇടുന്നുണ്ട് മാത്രം. അപ്പം എന്താണ് ഇത് ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ അല്ലേ? ബോൺലെസ് ആണ് എടുക്കാനുള്ളത്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മുളക് പൊടിയാണോ? കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലിയിൽ കുഞ്ഞു കെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാശ്മീരി ചില്ലിക്ക്. ഓക്കെ, അപ്പോ അരച്ചെടുക്കട്ടെ. ഓക്കെ, വെള്ളം ഒന്നും ചേർക്കണ്ടല്ലോ, ചുമ്മാ അരയ്ക്കാണോ? ചുമ്മാ അരച്ചാൽ മതി. ഡ്രൈ ആയിട്ടായിരിക്കും നമ്മൾ പൊതുവെ. ഓക്കെ ഓക്കെ, മിൻസായി കിട്ടിയിട്ടുണ്ട്. ചുമന്ന ചിക്കൻ. അതെ, അപ്പൊ ഇത് നമുക്കിനി തൽക്കാലം മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? എണ്ണ ഒഴിക്കുന്നു. സൺഫ്ലവർ. വെളുത്തുള്ളി ഇടുന്നു. സൗണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഓക്കെ, ഓ ചൈനീസ് ഷെഫ് ആണോ? ഇത് ഇറ്റാലിയൻ അല്ലേ, അപ്പൊ നമ്മള് കുക്കിങ്ങിലും കുറച്ച് അപ്ഗ്രേഡ് ഒക്കെ ചെയ്യും. മനസ്സിലായോ? അത് കഴിഞ്ഞു അവസാനം. അതിപ്പോ അവസാനം കരിയോ? അങ്ങനെ കരിയത്തൊന്നുമില്ല, സ്കില്ലാണ്. ഓക്കെ, വെളുത്തുള്ളി ഒന്നായി വരുമ്പോഴേക്കും നമുക്ക് എന്തിടാം? സവാള ഇടാം. കുനുകുന എന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള നമ്മൾ അതിലോട്ട് ചേർക്കുന്നതായിരിക്കും. അതെ അതെ, നമ്മൾ സ്പൂൺ എടുക്കുന്നു, ഇളക്കുന്നു. എന്തായി ചക്രു? സവാള ആയിക്കൊണ്ടിരിക്കുന്നു, വാടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ഗ്യാപ്പില് ലേശം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. തുള്ളിയും കൂടെ ഇട്ടോ. നമ്മള് മറ്റേ ചിക്കൻ ഇട്ടുണ്ടോ? ചിക്കനിൽ നമ്മള് കുറച്ച് ചേർത്തല്ലേ? മതി. ഓക്കെ, ഉപ്പ് അധികം കഴിക്കാതിരിക്കുന്നതാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലത്. അത്ര മതി, ഡെക്കറേഷൻ വേണ്ട. ഹൃദ്രോഗങ്ങൾ തടയും. ഓക്കെ, എന്തായി? ഉള്ളി ഏറെക്കുറെ ശരിയായി വരുന്നുണ്ട്, വാടി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തിടാം? ഇതെന്താ? ക്യാപ്സിക്കം ഇടാം. കുനുകുന അരിഞ്ഞ ക്യാപ്സിക്കം. ഇത് ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അത് ശരിയാ, നമ്മുടെ സ്റ്റൈലാണ്. അതെ അതെ, കാണാൻ ചേലൊക്കെ ഉണ്ട്. അത് ഭംഗി ഉണ്ടാവാൻ കാരണം എന്താണെന്ന് അറിയാമോ? എന്താ? കട്ട് ചെയ്ത് ചക്ക അരിഞ്ഞോണ്ട് പെർഫെക്റ്റ് പീസുകളാണ് ഓരോന്നും. ഇത് ഒരെണ്ണോ എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ ഇരിക്കും, തമ്മിൽ വ്യത്യാസം അറിയാം. അപ്പൊ ഗൈസ്, വഴണ്ടി വന്നിട്ടുണ്ട്, കുറച്ച് വരുന്നുണ്ട്. കരിഞ്ഞു വരുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് വഴണ്ടി വരുന്നതാണ്. ഓക്കെ, ഇനി അരച്ചു വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ എന്ത് ചെയ്യും? ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നല്ലട അറിഞ്ഞിട്ടല്ലേ അത്? ഇഡിലനായി. നമ്മൾ ആദ്യമായിട്ട് എങ്ങനെ ചിക്കൻ കറിക്കണം? നമ്മള് ഒന്ന് ഇങ്ങനെ അരച്ചില്ലേ? നമ്മളങ്ങനെ മിക്സ് ചെയ്ത സാധനങ്ങൾ അത്യാവശ്യം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതെ, ഇച്ചിരി ലേശം കൂടുതൽ അരിഞ്ഞോന്ന് എനിക്ക് സംശയം. അത് സാരമില്ല, വേറെ നമ്മള് വേവിക്കുന്നില്ല, ഇതിലിട്ടിട്ടല്ലേ വേവിക്കുന്നുള്ളൂ. അരിഞ്ഞോ കറക്റ്റ്? ശരിക്കും അരിഞ്ഞു, അതാ ഞാൻ പറഞ്ഞു. അരിഞ്ഞോളെ കൂടുതൽ അരിഞ്ഞോന്നേ സംശയമുള്ളൂ. ഇനി നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ചെറിയൊരു സ്ലിമ്മിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നു. ആ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പുഴുങ്ങി വെച്ചിരിക്കുന്ന തക്കാളി അരച്ചെടുക്കുന്നു.
ഓക്കെ ഓക്കെ, അപ്പൊ അത് മൂടി വെക്കൂ. നമുക്ക് തക്കാളി അരച്ചിട്ട് വരാം. ഇത് നമ്മൾ തക്കാളി അരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് എന്തിടാൻ പോവാണ്? കുരുമുളക് പൊടി ഇടാൻ പോവാണ്. ഓക്കെ, കുരുമുളക് പൊടി കളറിന് വേണ്ടിയിട്ട് ലേശം കാശ്മീരി ചില്ലി. നമ്മൾ അരയ്ക്കുമ്പോ ഇട്ടുണ്ട് കുറച്ച്, അതുകൊണ്ട് കുറച്ചിട്ടാ മതി. നമുക്ക് എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരു നുള്ള് മുളക് പൊടി. കാശ്മീരി മറ്റേ കുരുമുളക് കിട്ടുന്നല്ലോ നമ്മള്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇടണ്ട. ഓക്കെ, സെറ്റ്. നമ്മൾ ഇളക്കുന്നു, എന്നിട്ട് ഇതിന്റെ പച്ചമണം വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നു. തക്കാളി പേസ്റ്റ് ഒഴിക്കാം. ഇതിന്റെ പച്ചമണം മാറണം, നന്നായിട്ട് ഇളക്കുക. ഇച്ചിരി വെള്ളം വരുന്നുണ്ടല്ലോ ചിക്കൻ്റെത്, അപ്പൊ അതിൽ കിടന്നങ്ങ് വേവും. കുരുമുളകിന്റെ മണം വരുന്നുണ്ടല്ലേ. അതെ, ഇനി അതില് തക്കാളി ഒഴിക്കാം നമുക്ക്. അതിൽ കിടന്നങ്ങ് വേവട്ടെ. തക്കാളി മൊത്തം ഒഴിച്ചേ. തക്കാളി മൊത്തം ഒഴിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, പുളിക്ക് വേണ്ടിട്ട്. ഓൾറെഡി തക്കാളി ഉണ്ട്, അതായത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇച്ചിരി മധുരമാണല്ലോ. അതെ, ആ ഒരു മധുരവും ആ ഒരു പുളിയും കൂടെ ഉള്ള ഒരു കോംബോ. ചിലര് ഇതില് പഞ്ചസാര ഇടുന്നത് കണ്ടിട്ടുണ്ട് ചക്രു. ഷുഗർ ഇടും. ഓക്കെ, ഇനി നമ്മൾ ചില്ലി ഫ്ലേക്സ് കുറച്ചിടുന്നു. ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും കൂടെ ഇടുന്നു. ഓക്കെ, എരിവ് ഓൾറെഡി ഉണ്ട്. കുരുമുളകൊക്കെ ഇട്ടതല്ലേ? കുരുമുളകും മുളക് പൊടിയും കാശ്മീരിയുടെ ചെറിയൊരു എരിവും ഉണ്ടാവില്ലേ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കുന്നു. അവിടെ കിടന്ന് വേവട്ടെ അല്ലേ ചക്രു? അതെ, വേവട്ടെ. അപ്പൊ ഗൈസ്, നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. ഓക്കെ, നമ്മളിനി ലസാനിയ ഷീറ്റ് കാണിച്ചു തരാം. ഇത് കാണിച്ചു കൊടുക്കുക ചക്രു. ഇതാണ് ലസാനിയ ഷീറ്റ്. ഇത് ശരിക്കും ലസാനിയ ഷീറ്റ് തന്നെയാണ് നമ്മൾ വാങ്ങിയത്. ആളുകൾ നേരത്തെ പറഞ്ഞ ബ്രെഡ് അല്ലെങ്കിൽ സമൂസ ഷീറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചീട്ട് കളിക്കുന്നവര് 1, 2, 3 നമ്മൾ 6 എടുത്തിട്ടുണ്ട്. അതെ, നോക്കാം ആവശ്യം വരും. അപ്പൊ നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിൽ ഇടണം. അതെ, നമ്മൾ അതിന്റെ ചൂടുവെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോ നമ്മൾ ഇത് അതിലേക്ക് ഇടുന്നു, വേവിച്ചെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിനെ തണുത്ത വെള്ളത്തിലോട്ട് മാറ്റിയിടണം. കുറെ തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഉടയുമ്പോ ഇതിലെടുത്ത് തണുത്ത വെള്ളത്തിലോട്ട് ഇടണം. കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളത്തിലോട്ട് മാറ്റിയിടുന്നത്. ഓക്കെ, അതാണ് പരിപാടി. ചിക്കൻ ഏറെക്കുറെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഇതില് വെന്തിട്ടുണ്ട്. ചിക്കൻ വെന്തു. ഈ ഒരു ഇതില് ഒറിഗാനോ ഓപ്ഷനാണ്. കുറച്ച് ഒറിഗാനോയും. ഓക്കെ, വീഴുന്നില്ലേ? അത് അങ്ങനത്തെ കുപ്പിയായോണ്ട്. കുറച്ച് ഒറിഗാനോയും കുറച്ച് പാഴ്സ്ലി ഇട്ട് കൊടുക്കാം. പാഴ്സ്ലി ഓപ്ഷനിലാണ് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനാണ്. നമ്മളൊരു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നതേ ഉള്ളൂ. അടച്ചു വെക്കുന്നു. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ആകുന്നു. വെള്ളം ചൂടായി. ഓക്കെ, നമ്മൾ ഇനി ലസാനിയ ഷീറ്റ് ഇടുന്നു. മൊത്തം മുങ്ങൂല, നമുക്ക് കുറച്ച് അങ്ങനെ ഇടാം. എല്ലാം കൂടെ പരീക്ഷ നമ്മൾ ഇപ്പോഴല്ലേ എന്നെ ഉണ്ടാവുക. ശരിയാ. ഓക്കെ, നോക്കട്ടെ ചക്ര. ഞാൻ എടുക്കും. ഞാൻ അപ്പോഴേക്കും ഈ വെള്ളത്തിലേക്ക് ഈ പാത്രത്തിലേക്ക് തണുത്ത വെള്ളമാക്കി വെക്കാം. ഇതിലേക്ക് മറ്റേതിട്ടുണ്ടേ ചെയ്യുമ്പോ നമ്മുടെ ആദ്യത്തെ ഷീറ്റില്ലേ അതാട്ടോ എടുക്കണത്. നമ്മള് ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് തണുത്ത വെള്ളത്തിൽ ഇടും. നമ്മളിങ്ങനെ മുക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള ഷീറ്റ് വേവിച്ചെടുത്ത് ഇട്ടിട്ട് വരാം. അപ്പൊ ഗൈസ്, നമ്മള് മറ്റേ സാധനം വെള്ളത്തിൽ നിന്ന് മാറ്റി ഇറക്കി വെച്ചിട്ടുണ്ട്. ലസാനിയ ഷീറ്റ്. ഇനി അടുത്ത പ്രോസസ് എന്തെന്നാൽ ബട്ടർ അല്ല വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പോകും. അപ്പൊ നമ്മളൊരു പാത്രം വെക്കുന്നു. വെള്ളം വറ്റുമ്പോൾ നമ്മൾ അതിലോട്ട് ബട്ടർ ഇടുന്നു. പിന്നെ നമ്മൾ വൈറ്റ് സോസ് ചെയ്യുന്ന സമയത്ത് അതിൽ കറക്റ്റ് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ മൈദ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ ചക്രു? അങ്ങനെയല്ലേ? അതെ, അതുകൊണ്ടാണ് നൈസിന് കുഞ്ഞു മുങ്ങിട്ട് എന്റെ കയ്യിൽ എന്താ കൂടണ്? മൈദ ഇടാണ്. ഓക്കെ, കുറച്ച് മതി പോന്നെ. കാരണം ഈ സാധനം കട്ട പിടിക്കില്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ എന്തൊക്കെയാണ്. പാൽ ഒഴിച്ചോ? കുറുകി വരണം. കുരുമുളക് പൊടി ഇട്ടു ചക്രു? കുരുമുളക് പൊടി ഇട്ടു. ഞാൻ ഇടാം. മതിയാ? മതി. ധാരാളം മതിയാവൂലേക്ക്? മതിയാവും. ഇനി നമുക്ക് ഓഫ് ആക്കാം.
വേഗം ഇച്ചിരി കൂടെ ഇളക്കി നേരിട്ട് മാറ്റി വെക്കും, കാരണം ചൂടുണ്ടാവില്ല അതിന്റെ അടിയിൽ. അതെ അതെ. അപ്പൊ ഗൈസ് നമ്മൾ ഓവൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുപ്പാണ് ഇടുന്നത്. കല്ലുപ്പിട്ടിട്ട് പാത്രത്തിന്റെ അടിയിൽ കല്ലുപ്പ് ഇടും, അതിന്റെ മുകളിൽ നമ്മൾ ലസാനിയ ഫില്ല് ചെയ്യുന്ന പാത്രം വെക്കും. എന്നിട്ട് ആ ആവിയിൽ ചീസൊക്കെ മെൽറ്റായി സെറ്റ് ആയിക്കോളും. ഓക്കെ. എന്ത് ചീസാ ചക്രു അത്? ഇത് പിസ്സയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന മറ്റേ മൊസറല്ല ചീസ്. ഓക്കെ, ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എങ്ങനെയായാലും ഗ്രേറ്റ് ആയി കിട്ടിയാൽ മതി. ഗ്രേറ്റ് ആവുന്നുണ്ടോടാ? ആവുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ഈ സാധനം ഉപയോഗിച്ചിട്ടും കുറെ നാളായി. കുറെ നാളെ എപ്പോഴും ഇല്ലല്ലോ. അപ്പൊ ഗൈസ് തേങ്ങ ചെറുകിയത് പോലെയായി സുന്ദരമായി അതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാം. ഗ്രേറ്റ്. പെർഫെക്റ്റ്. മീൻവെയിൽ ഞാൻ ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് തരാം. തുറന്നു നോക്കട്ടെ. ഓക്കെ, അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇത് വെക്കണേ. നമ്മുടെ ലസാനിയ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് വെച്ചോളൂ. കൈ ശ്രദ്ധിച്ച്. അപ്പൊ നമ്മളിത് ഇതിനകത്ത് ഇത് ഇറക്കി വെച്ചിട്ടുണ്ട്. നീ ഇതെന്താ ചെയ്യാൻ പോണേ? ഇനി ഇതിന്റെ മണ്ടയ്ക്കൊരു പാത്രം വെക്കണ്ടേ? അതെ, അതുകൊണ്ട് മൂടുക. നമ്മുടെ ആവിയിൽ വീണിട്ടത് ചീസൊക്കെ മെൽറ്റ് ആയി എല്ലാം വെന്ത് സെറ്റ് ആയി വരും. പക്ഷെ ഇതിന് മേത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? വെയിറ്റ് വെക്കണം. ദമ്മിടും ഇങ്ങനെ ദമ്മിട്ടിട്ട് വെക്കാം. ഇനി ഒരു 20 മിനിറ്റ് എങ്കിലും കാതിരുന്നിട്ട് നമുക്ക് വരാം. അത് ഇച്ചിരി മീഡിയത്തിലോ അല്ലെങ്കിൽ സ്ലിമ്മിലോ വെച്ചിട്ട് പോകണം കേട്ടോ. ഭയങ്കര ഹൈയിൽ വെക്കണം, ഉപ്പൊക്കല്ലേ. നമുക്ക് കാണാം. തുറക്കട്ടെ ചക്രു? തുറന്നോളൂ. തുറക്കണേ. അത് മെൽറ്റ് ആയിട്ടുണ്ടല്ലേ? ചീസൊക്കെ മെൽറ്റ് ആയി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഗൈസ്, നമ്മള് കുറച്ച് റെഡി ആക്കിയിട്ടുണ്ടല്ലോ, മുറിച്ച് വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ തട്ടെ ചക്രുവിന്? ടേസ്റ്റ് പണ്ണാം. ഇപ്പോ നമ്മൾ നമ്മുടെ ലസാനിയ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അടുത്തേക്ക്. മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? നമുക്ക് കൊറേ ചീസ് ഇടായിരുന്നു അല്ലേ വലിയ? ഞാൻ ചിക്കൻ മാത്രം കഴിച്ചോട്ടെ. അതുകൊണ്ട് ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. എന്താ പറയാ, ഇറ്റാലിയൻ ഫുഡൊക്കെ പാസ്തയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായിരുന്നാലും ഇഷ്ടപ്പെടും. നമ്മളിത് തിന്നു തീർക്കട്ടെ. ലസാനിയ നിങ്ങൾ ട്രൈ ചെയ്യൂ. നമ്മുടെ ലസാനിയ നമ്മൾ കഴിച്ചു തീർക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ എല്ലാവരും നന്നായിരിക്കട്ടെ. ബൈ.